എത്ര കഠിനമായ പരിതസ്ഥിതിയിലും തൻ്റെ ലക്ഷ്യത്തിനു നേരെ ചുവട് വെച്ച് നീങ്ങുന്നവർക്ക് മാത്രമേ ഭാഗ്യം പോലും തുണയ്ക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ്. നിങ്ങളുടെ മൗനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ചെയ്യുവാനും സന്തോഷവാനായി ഇരിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ മിക്ക ആളുകളെക്കാളും നിങ്ങൾ ജീവിതത്തിൽ മുന്നിലാണ്. പിരിയാനൊക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ അവസാനം ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും ഒന്നിക്കാനാണ് പാട്. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വഴിയൊരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക, അതിനെ ആസ്വദിക്കുക. അത് നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ്. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തെപ്പോലെ ഒറ്റയ്ക്ക് നിൽക്കുക. നിലത്തു വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്ത് പോലെ ആവുക. 1000 വട്ടം ഉറക്കെ വിളിച്ച് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടുപോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ അടഞ്ഞ വാതിലിന് മുന്നിൽ മാത്രം നിൽക്കുമ്പോൾ നമുക്കായി തുറന്ന മറ്റനേകം വാതിലുകൾ കാണാതെ പോകുന്നു. നാം കളിമണ്ണിനെ ഒരു പാത്രമാക്കി മാറ്റുന്നു. എന്നാൽ അതിനുള്ളിലെ ശൂന്യതയാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉൾക്കൊള്ളുന്നത്. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണം എന്ന് മാത്രം. സ്നേഹിക്കുന്നവർ എല്ലാം നമ്മളെ അതുപോലെ തിരിച്ചും സ്നേഹിക്കുമെന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം 2 കാര്യങ്ങളാണ്. 1, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. 2, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ച് മാത്രം ഇരിക്കുന്നു. നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്. നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ. അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് എല്ലാം മനോഹരമാകുന്നത്. നമ്മൾ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്നവരുടെയൊക്കെ ഉള്ളിൽ നമുക്കൊക്കെ വെറും ചവറ്റുകുട്ടിയിലെ പേപ്പറിൻ്റെ വില ഉണ്ടാവാറുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടും. പരിചിതർ മാത്രമുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിൽ അകപ്പെട്ടാൽ നിങ്ങൾ ആദ്യം തിരിയുന്നത് ആരെയാണോ അയാളാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരൻ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക.
നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടപ്പെടുത്തിയതിന് തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഇന്നലെകളും. പലപ്പോഴും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ആളുകൾക്ക് നമ്മുടെ അടുത്തുള്ളവരേക്കാൾ സന്തോഷം നൽകാൻ കഴിയും. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കി എന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെക്കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്ക് ഒരു അനാവശ്യമാണ്. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. കൂടെയുള്ളവരുടെ സന്തോഷത്തിനും വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാളെ അവരുടെ സന്തോഷത്തിനു വേണ്ടി നീ മാറി നിൽക്കേണ്ടി വരും. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്.